ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കുഴി വറ്റിച്ച് മീൻ പിടിക്കുന്ന ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു അടിപൊളി മീൻ പിടുത്ത വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കുഴി വരുന്നത് നമ്മളെ കൊടക്കല്ല് വാവരിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ടാണ് കേട്ടോ ഈ ഒരു കുഴി വരുന്നത്. അതുപോലെ ഈ ഒരു കുഴിക്കൊരു പേരുണ്ട്, അത്താണിക്കുണ്ട് എന്നൊക്കെ പറയും ഈ ഒരു കുഴിക്ക്. അപ്പോൾ മുമ്പ് ഇതിന് കമ്പനിക്കുണ്ട് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ ഇത് അത്താണിക്കുണ്ട് എന്നുള്ളൊരു പേരിലാണ് ഈ ഒരു കുഴി അറിയപ്പെടുന്നത്. അതുപോലെ ഈ ഒരു കുഴിയിൽ പമ്പ് സെറ്റ് വെച്ചിട്ട് ഇന്നേക്ക് 4 ദിവസമായി. അപ്പോൾ 4 ദിവസം കണ്ടിന്യൂ ആയിട്ട് വെള്ളം അടിച്ച് വാർത്തിട്ടാണ് കേട്ടോ ഈ ഒരു കുഴി ഇപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുഴിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ, ഈ ഒരു കുഴിയുടെ മുകൾ വശത്ത് ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളമായിരുന്നു. അപ്പോൾ ആ ഒരു വെള്ളം കംപ്ലീറ്റ് അടിച്ച് വിട്ടിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഈ 2 എഞ്ചിൻ ഇവിടെ കാണുന്ന ഈ 2 എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് അടിച്ച് വാർത്തിട്ടുള്ളത് വെള്ളം കംപ്ലീറ്റ്. അപ്പോൾ ഈ ഒരു കുഴിയിലുള്ള വെള്ളമൊക്കെ വറ്റിയത് മീൻ പിടിക്കാൻ പറ്റുന്ന രൂപത്തിലായതുകൊണ്ട് തന്നെ നമ്മളെ മീൻ പിടിക്കുന്ന സുഹൃത്തുക്കൾ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ മീൻ പിടിക്കാനുള്ള വലകൾ, അതുപോലെ മറ്റേ മീനാക്കുന്ന ബോക്സുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ സുഹൃത്തുക്കളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മീൻ പിടിക്കുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, നമ്മളെ ഡിസ്കോ ടീം അവരായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടീം തന്നെയാണ് ഈ ഒരു അത്താണിക്കുണ്ടിൽ നിന്നും മീൻ പിടിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവരെ മീൻപിടുത്തവും മറ്റ് വിശേഷങ്ങളൊക്കെ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ വെള്ളം അടിച്ച് വാർക്കാൻ ഉപയോഗിച്ചിരുന്ന പമ്പ് സെറ്റിൻ്റെ ഫൂട്ട് വാൾവ് വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചിരുന്ന ആ ഒരു ഭാഗത്തൊരു കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കൂട്ടിനുള്ളിലോട്ടാണ് ഫൂട്ട് വാൾവ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കൂട് പൊക്കി എടുക്കുന്നുണ്ട്, ആ ഒരു ഫൂട്ട് വാൾവ് മാറ്റി വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ 2 സിലോപ്പികൾ കയറി കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിലോപ്പി എടുക്കുന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നല്ല സൈസുള്ള 2 സിലോപ്പികളാണ് കേട്ടോ തുടക്കത്തിൽ തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനവിടെ ഈ ഒരു ബോക്സിലോട്ട് കൊടുന്നിട്ടിട്ടുണ്ട്. 3 കിലോ ഓരോ കിലോ ഉണ്ടാവൂലേ? 3 കിലോ ഉണ്ടാവില്ലേന്ന്. അതുപോലെ നമ്മളെ ഈ ഒരു കുഴിയുടെ ഓണറാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അപ്പോൾ മീൻപിടുത്തൊക്കെ ആയതുകൊണ്ട് കാണാനൊക്കെ എത്തിയതാണ്. ഈ കുഴിയിൽ നിന്ന് കരക്കിലോട്ട് കയറി പോവാണ്, കാരണം അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഇങ്ങനെ വരികയാണ്. നല്ലൊരു സൈസുള്ള വരാലാണ്. അപ്പോൾ നേരത്തെ കണ്ടാലും മീനതാ കോരി എടുക്കുന്നുണ്ട്, കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഒരു വരാലാട്ടാണ്. അപ്പോൾ കിട്ടിയിട്ടുള്ള വരാലാണ് അടിപൊളി വരാൽ. അപ്പോൾ വേറൊരു വരാലൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ വൈസ് ബ്രോ അതിനെ ചേസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അടിപൊളി വരാല വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റാണ്ട്. അപ്പോൾ വറ്റുന്നതിന് മുമ്പായിട്ട് അങ്ങനെ കരക്കിലോട്ട് കയറുന്നതൊക്കെ ഇങ്ങനെ കോരി എടുക്കുകയാണ്. വരാലിൻ്റെ ഒരു സൈസ് നല്ല ഹെവി വരാലാണ്. ഗൈസ്, അപ്പം മീൻപിടുത്തം തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ മുകളിലോട്ട് കയറി വന്നതാണ് പിടിച്ചത്. അപ്പോൾ ഈ ഒരു കുഴിയിൽ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഈ ഒരു കുഴിയിലുള്ള വെള്ളം വറ്റിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നോക്കാം എത്രത്തോളം മീൻ കിട്ടുമെന്നൊക്കെ. സൈസുള്ള ഓരോ കടുകളിതാ. ഗൈസ്, അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ആ പുല്ലും ചെണ്ടിയൊക്കെ മാറ്റുകയാണ്, കാരണം അതിൻ്റെ അടിയിലോട്ടൊക്കെ മീൻ കയറി കിടക്കും, വരാല് പോലുള്ള മീനുകൾ. ഗൈസ്, അപ്പോൾ കരക്കന്ന് മീനുകൾ കയറി പോകുന്നതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മലിനീനെ കിട്ടിയിട്ടുണ്ട്.
ഗൈസ് അപ്പോൾ വീണ്ടും ഒരു വരാൽ ഇവിടെ നിന്ന് കയറിയിട്ടുണ്ട്. നല്ല സൈസുള്ള വരാലാണ്. അപ്പോൾ നമ്മളെ വേസ്റ്റ് പ്രോവെ അതിൻ്റെ ഒപ്പം ഓടി അതിനത് കോരി എടുത്തിട്ടുണ്ട്. നമ്മൾ വേസ്റ്റ് പ്രോവെ ആ പിടിച്ച വരാലിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി വരാൽ, എന്താ സൈസ്. ഗൈസ് അപ്പോൾ ഇതാണ് കിട്ടിയ മലിഞ്ഞീന്. അത് അപ്പുറത്തെ സൈഡിലത് വരാൽ കയറി പോകുന്നുണ്ട്. അതെ അവിടെ 2 വരാലുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും അവിടെ കയറിയിട്ടുള്ള ആ ഒരു മീനെ നമ്മൾ വേസ്റ്റ് പ്രോ വലയിൽ തൂക്കിയിട്ടുണ്ട്. വരാലാണ്. കിട്ടുന്ന മീനൊക്കെ അവരെടുത്തുള്ള ആ കുടത്തിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫുട്ബോളിൻ്റെ ഭാഗത്തൊക്കെ അത് മീനുകൾ ഇങ്ങനെ കിടന്ന് തിളക്കുകയാണ്. അപ്പം അങ്ങോട്ട് വെള്ളം ഒഴുകി വരാനായിട്ട് അവിടുന്ന് അവിടെയുള്ള ഒരു ചളിയൊക്കെ അത് നമ്മളെ വേസ്റ്റ് പ്രോ മാറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉമ്മറുവായി ഒരു വരാലിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. അതിനെ തപ്പാണ്. അതെ കിട്ടുന്ന മീനൊക്കെ ആ ഒരു കുടത്തിലോട്ടായിട്ട് ഇടുന്നുണ്ട്. ഒരു മലിനീലിനെ പിടിച്ച് വലയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ സൈസാണ് തോന്നുന്നു. നല്ല സൈസുള്ളൊരു കടുവിനെ അവിടെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ ബിലാൽ ബ്രോ. ആ ഭാഗത്തൊക്കെ മീനുകളിങ്ങനെ നടക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഉള്ള വെള്ളത്തിലൊക്കെ നമ്മളെ സുഹൃത്തുക്കളത് തപ്പുന്നുണ്ട്. അവിടെയൊക്കെ എന്തെങ്കിലും മീനുകളൊക്കെ ഉണ്ടോയെന്ന്. വെള്ളമുള്ളതായതുകൊണ്ട് വരാൽ അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറി നിൽക്കും. അപ്പോൾ അതൊക്കെ അത് തപ്പുന്നുണ്ട്. അപ്പോൾ ഇനിയും വെള്ളമുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് കുണ്ട് കൂടുതലുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഇവിടെ ഒരു വരാലുണ്ട്. അപ്പോൾ അതിനത് കോരി എടുത്തിട്ടുണ്ട്. അടിപൊളി വരാലിട്ടാ. നല്ല 2 ഉണ്ടാവും, ഒന്നല്ല. നല്ല സൈസുള്ളൊരു വരാൽ കയറിയിട്ടുണ്ട്. ഇത് ഈ മുകൾ വശത്തുനിന്ന് കിട്ടിയതാണ് കേട്ടത്. അപ്പോൾ ഇതുപോലെ പുല്ലും ചെണ്ടിയൊക്കെ മാറ്റിയിടുമ്പോഴാണ് ഇപ്പോൾ ആ ഒരു സാധനത്തിനെ കണ്ടത്. അപ്പോൾ വരാൽ പോലുള്ള മീനുകൾ ഇതേപോലെ കയറി കിടക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ കിട്ടിയത്. നല്ല സൈസുള്ള വരാൽ. നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള സൈസ് തന്നെയാണ്. സൈസ് നമ്മളെ ബിലാലിപ്പോൾ പിടിച്ചതാണ്. നിൽക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് സൈസ്. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ വയമ്പും കൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ കംപ്ലീറ്റ് വയമ്പുകളാണ്. അപ്പോൾ ഈ ഒരു പൊന്തി നിൽക്കുന്നതൊക്കെ സിലോപ്പികളാട്ടോ. അതെ ഈ ഒരു ഭാഗത്ത് സിലോപ്പികളുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള ഒക്കെ സിലോപ്പികളാണ് കംപ്ലീറ്റ്. നല്ല സൈസുള്ള സിലോപ്പികളാണ് കേട്ടോ. ഇപ്പം മീൻ കരക്കെ കണ്ടിട്ട് ഇതാ കുട്ടികൾ അവിടെ തപ്പുന്നുണ്ട്. പിടിച്ച് ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടിയുള്ളൂ. അപ്പോൾ അതാ ഈ വറ്റിയ ഭാഗത്തൊക്കെ ചളിയിലൊക്കെ തപ്പുന്നുണ്ട്. വരാൽ പോലുള്ള മീനുകൾ ചേറിലിങ്ങനെ തപ്പുമ്പോൾ ഇളകി ഇങ്ങനെ വരുന്നുണ്ട്. കടുവിൻ്റെ ഒക്കെ ഓരോ സൈസ്. ഒരു വരാലിത് ഇപ്പോൾ വയസ്സിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വരാലിനത് അങ്ങോട്ട് തട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനെ കിട്ടിയിട്ടുണ്ട്. ആ തട്ടിയിട്ട സാധനമായിരുന്നത്.
നമ്മളാ ഒരു കാക്ക ഒരു വരാലിനെ തട്ടിയിട്ടിട്ടുണ്ട്. ഒരു അടിപൊളി മീഡിയം സൈസ് വരാൽ. കുടത്തിലുള്ള മീനൊക്കെ ആ ഒരു വലയിലോട്ടാക്കിയിട്ട് ഇത് മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വല ഫുള്ള് ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ കൊണ്ടുപോയിടും. നമ്മളെ സുഹൃത്തുക്കൾ ഇതവിടെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, തപ്പുന്നുണ്ട്. നല്ല അടിപൊളി കടു. ഒരു വരാലിനേക്കാളും സൈസുള്ള ഓരോ കടുകളാണ് കിട്ടുന്നത്. അപ്പോൾ കടുവിനെ ആ ഒരു ചെറുകൊടുക്കനെ കോരി എടുത്തിട്ട് ഇടുന്നത്. കാരണം കുത്ത് കിട്ടിയ വലിയ ഒരു സുഖം ഉണ്ടാവില്ല. അതെ വരാൽ ചേറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. ഇതൊക്കെ ഈ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഒരു വരാല കരക്കുന്ന തപ്പിപ്പം കണ്ട് ചാടിയതാണ്. അടിപൊളി ഒരു വരാല് തോണ്ടി അണ്ട് കരക്കിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് അതിനെ കോരി വലയിലോട്ടാക്കിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് മുകളിലുള്ള ആ ഒരു ചേറിലാണ്. അവിടെ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ അടിയിലോട്ട് ഇറങ്ങി വരിക കേട്ടോ. ഗൈസ്, അപ്പോൾ മീൻപിടുത്തം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം മറ്റൊന്നല്ല, നമ്മൾ ഈ ഒരു കുഴി വറ്റിച്ച് മീൻ പിടിക്കുന്ന കംപ്ലീറ്റ് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒറ്റ വീഡിയോ ആയി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊരു 30 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ടായിട്ട് ഒരു 10-12 മിനിറ്റിനുള്ളിലായിട്ടുള്ള വീഡിയോകളായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം 30 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ ആയാൽ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മളിത് ചെറിയ വീഡിയോ ആയിട്ട് ഒരു 2-3 പാർട്ടുകളായിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോകളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.